ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ നല്ല ടേസ്റ്റിയും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു പപ്പായ തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പപ്പായ കഴുകി കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിന് തേങ്ങ തിരുകും പോലെ ചിരകയിൽ വെച്ച് തിരുകിയെടുക്കാം. ഇതാ പപ്പായ. അപ്പോൾ നമ്മൾ അരിയാതെ നമ്മൾ തേങ്ങ തിരുവും പോലെ ചിരകയിൽ വെച്ചിട്ട് നന്നായിട്ട് തിരുകി എടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്ക് കഴുകേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തിരികെ പപ്പായ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇളക്കി കൊടുക്കാം. നമ്മൾ അടപ്പ് തുറന്ന് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി. ഇനി നമുക്ക് അരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ നമുക്ക് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, നല്ലപോലെ അരയണ്ട. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇതപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റിയും അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് തേങ്ങ തിരുവും പോലെ നമുക്ക് തിരുകി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളാണ് ചാനലിൽ ഇടുന്നത്. അപ്പോൾ അതേപോലത്തെ റെസിപ്പികൾ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വായോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.